അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മളങ്ങനെ വലിയ എന്താ പറയുക ലോങ് വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഇത് പോസ്റ്റ് ചെയ്യുമോ എന്താണെന്നൊന്നും എനിക്കറിയില്ല. നമ്മളെപ്പോഴും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കും, പിന്നെ നമ്മളത് എഡിറ്റ് ചെയ്ത് വെച്ചാലും അതിന് വോയിസ് കൊടുക്കാൻ പറ്റില്ല. മോളുള്ള സമയത്താണെങ്കിൽ അവൾ കുറേ സൗണ്ടുകളും അവളുടേതായ കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ടാവും. ഹസ്ബൻഡുള്ള സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളെന്നെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യും കേട്ടോ. ഞാനിങ്ങനെ വോയിസ് കൊടുക്കുമ്പോൾ എന്നെ ഇങ്ങനെ എന്താ പറയുക കളിയാക്കുകയൊക്കെ ചെയ്യും. പിന്നെ അങ്ങനെ ഇരിക്കും ആ വീഡിയോ. പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു സൺഡേ വ്ളോഗ് എന്നൊക്കെ പറഞ്ഞിട്ടാവും ഞാൻ അതിൽ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പിന്നെ അത് ഇടാനുള്ള ഒരു മൂഡ് ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ എന്തായാലും ഒരു ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന് വെച്ചിട്ടാട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ രാവിലെ നമ്മൾ കുറച്ച് വെള്ളമൊക്കെ എണീറ്റ വഴിക്ക് നമ്മൾ മുറ്റമൊക്കെ നോക്കി ചെയ്ത് അടിച്ചു വരാനുള്ള ആയോ എന്നൊക്കെയാണ് നോക്കുന്നത് കേട്ടോ. അതിൻ്റെ ഇടയിൽ എൻ്റെ അമ്മ ജോലിക്ക് പോകുമ്പോൾ പോയിട്ട് ഉമ്മ കൊടുക്കുന്നതായിട്ട് കാണുന്നത്. അതായത് എൻ്റെ വീട് തൊട്ടടുത്തായതുകൊണ്ട് തന്നെ അമ്മേനെയും അച്ഛനെയും അനിയനെയും അമ്മമ്മേനെയൊക്കെ കാണാൻ പറ്റും. ഇടയ്ക്ക് നമുക്ക് പോയി വരാനൊക്കെ പറ്റും. അപ്പം അമ്മ ജോലിക്ക് പോകുമ്പോൾ ഉമ്മ കൊടുക്കുക കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ മുറ്റമൊക്കെ നോക്കിയതാട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചവറായതിൻ്റെ അടിച്ച് വരണം നോക്കിയതാണ്. അപ്പോൾ ഓൾമോസ്റ്റ് കുറച്ച് ക്ലീനായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഉച്ച കഴിയുമ്പോഴേക്കും കുറച്ച് വെയിലൊക്കെ ഉദിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കത്തിക്കാമല്ലോ. അപ്പോൾ ചേട്ടനും കൂടി ഉണ്ടെങ്കിൽ ആളെ കത്തിക്കാൻ സഹായിക്കും കേട്ടോ. അങ്ങനെ ഞാൻ അടിച്ച് വാരി കൊടുക്കും, ആളെ കത്തിക്കും. അങ്ങനെ നമ്മൾ രാവിലത്തേക്ക് ആവശ്യമായ കുറച്ച് വെള്ളങ്ങളും കാര്യങ്ങളൊക്കെ കോരി വെച്ചു. ബ്രഷിങ്ങൊക്കെ കഴിഞ്ഞു. ഞാനും എൻ്റെ മോളും നടന്നൊക്കെ ബ്രഷ് ചെയ്തു കേട്ടോ. വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാനിങ്ങനെയൊന്നും അല്ല. പിന്നെ അവളുടെ കുറച്ച് കോപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വീഡിയോ എടുക്കാനൊക്കെ അവളായിട്ട് തന്നെ ഹെൽപ്പ് ചെയ്തത്. വെക്കേഷൻ ആയതുകൊണ്ട് അവൾ കൂടെ ഉണ്ട്. അവൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ശോകാവസ്ഥയായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നലെ മന്തി വാങ്ങിയിട്ടുണ്ടായിരുന്നു നൈറ്റ്. എൻ്റെ മോൾ അങ്ങനെ ഇങ്ങനെയൊന്നും എന്തെങ്കിലും വേണമെന്ന് വാശി പിടിക്കുന്ന ഒരു കൂട്ടത്തിലല്ല. എന്തെങ്കിലും മിഠായി, കളിപ്പാട്ടം, ഡയറി മിൽക്ക് അങ്ങനെ ചെറുതായ ഐറ്റംസിന് മാത്രം വാശി പിടിക്കും. അപ്പോൾ ഇന്നലെ പറഞ്ഞു പപ്പ മന്തി മേടിച്ച് തരുമോ എന്ന് ചോദിച്ചപ്പോൾ മേടിച്ച് കൊടുത്താട്ടോ. അങ്ങനെ എപ്പോഴും പറയുമ്പോൾ നമുക്ക് മേടിച്ച് കൊടുക്കാനൊന്നും പറ്റില്ല. പക്ഷേ ഇന്നലെ എന്തോ ചേട്ടൻ മേടിച്ച് കൊടുത്തു. ഞാനും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ചോറും കറിയൊക്കെ ബാക്കിയായിട്ടുണ്ടായിരുന്നു. കറി ഉണ്ടായിരുന്നില്ല, ചോറൊക്കെ ബാക്കിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ആ മന്തി റൈസ് കുറച്ച് രാവിലത്തേക്ക് ഞാൻ എടുത്ത് വെച്ചു. രാവിലെ ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കും ആ വിശപ്പിൽ. അപ്പോൾ നമ്മൾ കുറച്ച് റൈസ് എടുത്ത് ചൂടാക്കി കൊടുക്കുക കേട്ടോ ചെയ്തത്. പിന്നെ നമ്മൾ നമ്മുടെ അലക്ക് പരിപാടിയിലേക്ക് കടന്നു. നമ്മുടെ അലക്ക് പരിപാടിയിലൊക്കെ കഴിച്ചു കേട്ടോ. അലക്കിലൊക്കെ പെട്ടെന്ന് കഴിച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ ഉണങ്ങാൻ താമസം കേട്ടോ. ഉണങ്ങാറില്ല, അങ്ങനെ വെയിലും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഇടയ്ക്ക് ചെറുതായിട്ട് മഴ ചാറും, ഇടയ്ക്കൊന്ന് പെയ്ത് പോവും. അപ്പോൾ അങ്ങനെ ഉണങ്ങാറില്ല. അപ്പോൾ ഞാൻ അലക്ക് പരിപാടി വേഗം കഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 9 മണി 9:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഈ ഒരു പരിപാടി ചെയ്യുമ്പോൾ. അപ്പോൾ എൻ്റെ മോളും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ വെള്ളം കോരലും കുറച്ച് വെള്ളമൊക്കെ കോരി വെച്ചു കേട്ടോ. ഇനി എന്തെങ്കിലും ആവശ്യത്തിന് നമുക്ക് വെള്ളം എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ മോട്ടർ കംപ്ലൈൻ്റ് ആണ്. പിന്നെ നമ്മുടെ കിണറ്റിൽ വെള്ളം തീരെ കുറവാണ്. നമുക്ക് ഈ സമയത്ത് വേനൽക്കാലത്ത് നമ്മുടെ കിണറ്റ് അടി വരെ കാണും, ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതെ. അപ്പം നമ്മൾ അപ്പുറത്തെ വീട്ടിൽ നിന്നൊക്കെയാണ് മോട്ടർ വെച്ചിട്ട് അടിക്കാറുള്ളത്. അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ കിണറ്റിലും വെള്ളം കുറവായതുകൊണ്ട് നമ്മുടെ മോട്ടർ കുറച്ച് കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും രാവിലെ ഒരു എക്സസൈസും കൂടി ആവുമല്ലോ നമുക്ക്. അപ്പോൾ മോട്ടർ ശരിയാവുന്നത് വരെ നമുക്ക് ഇങ്ങനെയായിട്ട് പോവാം. എനിക്കും ഇഷ്ടമാട്ടോ ഇപ്പോൾ വെള്ളം കോരാനൊക്കെ ആയിട്ട്. നമ്മളൊരു ഏകദേശം ഒരു 6-7 വർഷമായിട്ടുണ്ടായിരുന്നു വെള്ളം കോരിയിട്ടൊക്കെ. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഇതൊക്കെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുക്കളയ്ക്ക് വന്നു. നമ്മുടെ ഒരു കുഞ്ഞടുക്കള കേട്ടോ. കുഞ്ഞടുക്കള മീൻസ് 2 അടുക്കളയുണ്ട്. അടുക്കളയൊക്കെ വലുതാണ്, പക്ഷേ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പം ഞാൻ തന്നെ മോഡിഫൈ എടുത്തതാണ്. എൻ്റേതായിട്ടുള്ള കുറച്ച് എന്താ പറയുക, കുറച്ച് കലാപരിപാടികൾ ഞാൻ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കിച്ചൺ. സത്യം പറഞ്ഞാൽ എൻ്റെ മറ്റുള്ള വീഡിയോസിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഞാൻ സൂം ചെയ്തിട്ടൊക്കെയാണ് നമ്മുടെ വീഡിയോസിൽ നമ്മുടെ കിച്ചൺ നല്ല നമ്മൾ കുക്ക് ചെയ്യുന്നതൊക്കെ കാണിച്ചിട്ടുള്ളത്. വെച്ചാൽ എനിക്ക് അങ്ങനെ കാണിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആയിരുന്നില്ല. നമ്മുടെ പണികളും കാര്യങ്ങളും ഒന്നും തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പുതിയ സ്റ്റൗ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അത് ഫിറ്റ് ചെയ്തു. അപ്പോൾ അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു. ആ പെയിൻ്റൊക്കെ ഞാൻ അടിച്ചതാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ കുറച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റുന്ന ഒരു ഇതാക്കി എടുത്തിട്ടുണ്ട് വീഡിയോയിൽ. കുറച്ചും കൂടി അതായത് എന്താ പറയുക, വീഡിയോ എടുക്കാൻ പാകത്തിന് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു. അടുത്തായിട്ട് നമ്മൾ ചോറ് ഊറ്റൽ പരിപാടി കേട്ടോ. നമ്മൾ ചോറ് ഏകദേശം വെന്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ചോറ് ഊറ്റിയെടുത്തു. ഈ ചോറ് ഊറ്റുമ്പോൾ എനിക്ക് ഒരു കാര്യം ഓർമ്മ വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ തിളച്ച കഞ്ഞിവെള്ളം കാലും വീണ് എങ്ങനെ ഉണ്ടായിരിക്കും. എൻ്റെ കാലിൻ്റെ പുരടീമിക്ക്, എൻ്റെ ഇടത് കാലിൻ്റെ പുരടീമിക്ക് ഒരു വട്ടം അതായത് തിളച്ച കഞ്ഞിവെള്ളം റൈസ് കുക്കറിൽ നിന്ന് എടുക്കുമ്പോൾ വീണ്ടുണ്ട് കേട്ടോ. ആ ഒരു സമയം എനിക്ക് ആലോചിക്കാൻ വയ്യ. അത്യാവശ്യം ഞാൻ വേദനയും വിഷമമൊക്കെ ഒരുപോലെ ഉണ്ടായിരുന്നൊരു സമയമായിരുന്നു കേട്ടോ അത്. അങ്ങനെ നമ്മുടെ ചോറൂറ്റിലൊക്കെ കഴിഞ്ഞിട്ടോ. പിന്നെ നമുക്കിനി കുളിക്കണം, ഉണ്ണീനെ കുളിപ്പിക്കണം, അങ്ങനെ ചില്ലറ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ വേഗം തന്നെ ഞാൻ തീർത്തു. എന്നിട്ട് നമ്മൾ ചോറുണ്ണാൻ പോവുക കേട്ടോ. നമ്മൾ ഏകദേശം ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ടൈം ഞാൻ നോക്കിയില്ല. പിന്നെ നമ്മൾ കുറച്ച് ചോറൊക്കെ എടുത്തു. പിന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള മുട്ട കുത്തി പൊരിച്ചൊക്കെ എടുത്തിട്ട് ചോറിനാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞില്ലേ കാല് പൊള്ളിയത്, ആ സംഭവം എന്ന് പറയുന്നത്, കാല് പൊള്ളിയ വേദന എനിക്കുണ്ടായിരുന്നു. പിന്നെ അതിലുപരി എനിക്ക് ആ സിറ്റുവേഷൻ, ആ ഒരു സമയത്ത് എനിക്ക് കുറച്ച് വിഷമങ്ങൾ വേറെ ഉണ്ടായിരുന്നു കേട്ടോ. രണ്ടും കൂടിയൊക്കെ ആയപ്പോൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ കാല് പൊള്ളിയത് നന്നായിട്ട് പൊള്ളിയിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലൊക്കെ പോയി ചേട്ടൻ ജോലിക്ക് പോയി കൊടുത്തു. അതായത് ഞങ്ങൾക്കൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അതായത് ഞങ്ങളുടെ
ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫംഗ്ഷൻ. ആ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമായിട്ടാണ് നമുക്ക് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ എത്രത്തോളം വിഷമം ഉണ്ടാവും എന്നുള്ളത് എനിക്ക് നന്നായിട്ട് നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടോയെന്ന് അറിയില്ല. പക്ഷേ എനിക്ക് ചേട്ടൻ ജോലിക്ക് പോയി തുടങ്ങിയിട്ടുള്ളൂ. അന്ന് തന്നെ ചേട്ടൻ്റെ ജോലി സ്ഥലത്ത് നിന്ന് വരേണ്ടി വന്നു. അങ്ങനെ ഭയങ്കര ഇതുണ്ടായിരുന്നു. ആൾ വന്നിട്ടാണ് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് കേട്ടോ. ആ സമയത്തൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്തായാലും അതൊക്കെ അവസാനിച്ചു. എന്തായാലും നമ്മുടെ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ ഏകദേശം കഴിയാറായിട്ട്. അപ്പോൾ TV ഒക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത്, ഞാനും മോളും. അവൾക്ക് ഈ കുത്തിരിച്ചോറ് വലിയ താല്പര്യമില്ലാത്ത കാരണം അവളധികം കഴിക്കുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. ഓക്കെ, ടാറ്റാ.